തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കേസിൽ എംഎൽഎ കെ ബാബുവിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കെ ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്നായിരുന്നു എം സ്വരാജിന്റെ പരാതി. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെളിഞ്ഞെന്നും ഇനിയെങ്കിലും അനാവശ്യ നിയമവ്യവഹാരങ്ങൾ ഒഴിവാക്കണമെന്നും കെ ബാബു പ്രതികരിച്ചു. വളരെ സന്തോഷം. ആ തെരഞ്ഞെടുപ്പ് വിധി അസാധുവാക്കണമെന്നും LDF സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി. വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നായാലും അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നീതിന്യായ കോടതിയിൽ നിന്ന് സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. താൻ ഉന്നയിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചിട്ടുള്ളതാണെന്ന് എം സ്വരാജ് പറഞ്ഞു. ഹൈക്കോടതിയുടെ വിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. വിശദാംശങ്ങൾ ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും എം സ്വരാജ് പറഞ്ഞു. ഈ വിധി നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന തെറ്റായ സന്ദേശം ഓരോ പ്രദേശത്തെയും വിശ്വാസികളായ ജനങ്ങൾ അവർ ആരാധിക്കുന്ന ഈശ്വരമൂർത്തികൾ സങ്കല്പങ്ങൾ, ആ ഈശ്വര സങ്കല്പങ്ങൾ, ആ ബിംബങ്ങൾ സ്ലിപ്പിൽ വരെ അച്ചടിച്ച് അത് വിതരണം ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന തോന്നൽ ഈ വിധി സമൂഹത്തിൽ പകർന്നു നൽകും. ഇത് ഈ തെറ്റായ സന്ദേശം സമൂഹത്തിൽ പ്രചരിക്കപ്പെടുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് അപ്പീൽ ഉൾപ്പെടെയുള്ള തുടർ നിയമ നടപടികളെ കുറിച്ച് തീരുമാനിക്കും. വിധി എതിരായി വരുമ്പോൾ നമ്മൾ കോടതിയെ കുറിച്ച് വിമർശിക്കുന്ന ഉചിതവുമല്ല. പക്ഷെ വിധി വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, നമുക്കറിയാം ഇതിനു മുൻപ് കെ ബാബു ഹൈക്കോടതിയെ തന്നെ ഒരു തടസ്സ ഹർജിയുമായി സമീപിച്ചിരുന്നു. അത് തള്ളിയിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു, അതും തള്ളിയിരുന്നു. കൂടാതെ ഈ ഹർജി നിലനിൽക്കുമെന്നുള്ള വാദമാണ് അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ ഇപ്പോൾ സ്വരാജ് തന്നെ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തന്റെ പരാതി അംഗീകരിച്ചിട്ടുള്ളതാണ്, ശരിവച്ചിട്ടുള്ളതാണ് എന്നതാണ് അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കോടതി പറയുന്നത് അടിസ്ഥാനപരമായി വേണ്ട തെളിവ് പോലും ഇതിലില്ല, ഒപ്പം സാക്ഷി മൊഴികളൊന്നും വിശ്വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശ്രീകാന്ത്? തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ ചുവരെഴുത്തുകളും സ്ലിപ്പുകളും മറ്റു കാര്യങ്ങളും എം സ്വരാജിന് ഹാജരാക്കാൻ സാധിച്ചിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ തെളിയിച്ചതാണെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അദ്ദേഹത്തിന് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് സിമ്പിളായി അതിനെ പറയാൻ പറ്റും. അത് കാരണം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ, ആ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഇപ്രകാരമാണ്. അതായത് ഈ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം സ്വരാജ് പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകി എന്നതിന് തെളിവില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വീഡിയോ തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്ന് കോടതി പറയുന്നു. സാക്ഷിമൊഴികൾ മാത്രമായി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സാക്ഷിമൊഴി സാധൂകരിക്കുന്ന തെളിവില്ല എന്ന് കോടതി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നു. എം സ്വരാജ് ഹാജരാക്കിയ സാക്ഷികൾക്ക് വിശ്വാസ്യതയില്ല എന്നുകൂടി കോടതി ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു. അതായത് ഈ കേസ് തള്ളാൻ തക്കതായ ഗ്രൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തള്ളുന്നു എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. എം സ്വരാജിന് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടുകയും ചെയ്യുന്നുണ്ട്. കെ ബാബുവിന് തൽക്കാലം ആശ്വസിക്കാം. തൃപ്പൂണിത്തുറ MLA ആയി കെ ബാബുവിന് തുടരാം. എം സ്വരാജിന് നിയമവഴിയിലേക്ക് വീണ്ടും മടങ്ങുകയും ചെയ്യാം. കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ് എന്ന് പറയാതിരിക്കാനാകില്ല. ഹാജരാക്കിയ തെളിവുകൾ, ഹാജരാക്കിയ സാക്ഷികൾ, ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ഇതൊന്നും തന്നെ കോടതിയിൽ നിന്നില്ല എന്നാണ് ഈ നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇതിലിപ്പോൾ ഈ തെളിവുകൾ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത്, സ്ലിപ്പുകൾ അതിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രത്തോടൊപ്പം ശബരിമല അയ്യപ്പന്റെ ചിത്രം കൂടി വച്ച് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണല്ലോ പരാതി. അത്തരം സ്ലിപ്പുകൾ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ്, ഒരു വീട്ടിലും അത്തരം സ്ലിപ്പുകൾ എത്തിയിട്ടില്ല എന്നൊക്കെ കെ ബാബു പറയുമ്പോൾ ഈ സ്ലിപ്പുകളൊക്കെ കൃത്യമായി തന്നെ തെളിവായി ഹാജരാക്കിയിരുന്നില്ലേ എം സ്വരാജ്?
കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ അവർ ഒരു ഫേസ്ബുക്ക് പേജ്, വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെ നിരവധിയായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ, അതോടൊപ്പം തന്നെ വീടുകളിൽ ഇവർ നൽകിയെന്ന് പറയപ്പെടുന്ന സ്ലിപ്പുകൾ, ഇതെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം കെ ബാബുവിന്റെ അഭിഭാഷകനും കെ ബാബുവും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത് അത് വ്യാജ നിർമ്മിതിയാണ്, LDF തങ്ങൾക്കെതിരായി വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് കോടതി മുൻപാകെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ LDF ആക്ഷേപം ഉന്നയിച്ച, ഇത് വിതരണം ചെയ്തു എന്ന് പറഞ്ഞ ആളുകളെ കോടതി വിളിച്ചു വരുത്തി വിസ്തരിച്ചു. അവർ കെ ബാബുവിന് അനുകൂലമായി സാക്ഷിമൊഴി നൽകി. അതും കെ ബാബുവിന് അനുകൂലമായി മാറി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാൽ കൂടിയാണ് ഈ തെളിവുകൾ നിലനിൽക്കാതെ പോയത്. മാത്രമല്ല, M സ്വരാജ് ഹാജരാക്കിയ സാക്ഷികൾ അത് വിശ്വാസയോഗ്യമല്ല എന്നുകൂടി കോടതി പറയുന്നു. ഒപ്പം തന്നെ സാക്ഷിമൊഴി മാത്രം തെളിവായി സ്വീകരിക്കാനാകില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അതിനാൽ M സ്വരാജിന് തിരിച്ചടി ഉണ്ടായി. സ്വാഭാവികമായും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ കർശന നടപടിയെടുത്തു എന്ന കാര്യം അദ്ദേഹം വാദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് മേൽക്കോടതിയിലെ ഇനി നിൽക്കാൻ പോകുന്നുള്ളൂ. കീഴ്ക്കോടതിയിൽ, ഈ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് അദ്ദേഹത്തിന്റെ വാദം തള്ളിയിരിക്കുന്നു. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിലാണ് കെ ബാബുവിന് ആശ്വാസമാകുന്ന വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. M സ്വരാജിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അദ്ദേഹത്തിന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സാക്ഷിമൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ അത്തരം നിഗമനത്തിലേക്ക് പോകാൻ വയ്യ എന്നുള്ള നിഗമനമാണ് കോടതി നടത്തിയത്.